ഒളിച്ചുകളി തുടരാനാകുമോ എന്ന ചോദ്യത്തിന് തുടരാനാവില്ല എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. ഇപ്പോൾ സുപ്രീം കോടതി നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തുടർച്ചയായി തന്നെ ആവശ്യപ്പെടുകയാണ് പെട്ടെന്ന് തരണം, കോഡ് വിവരങ്ങളടക്കം നൽകണം എന്നുള്ള കാര്യം. ഇന്നിപ്പോൾ കോടതി അതിരൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നു. ഇനി സമയമില്ല, വ്യാഴാഴ്ച വൈകിട്ട് 5 മണി അതാണ് സമയം. ആ സമയത്തിനകം തന്നെ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തേണ്ടി വരും. തിരിച്ചറിയൽ കോഡ് നൽകരുത് എന്ന വ്യവസായ സംഘടന വന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. അതൊരു നാടകീയമായ നീക്കമായിരുന്നു. കാരണം ഈ കേസിൽ വാദം പോകുന്ന ഘട്ടത്തിലൊന്നും വരാതെ ഇപ്പോൾ ഉത്തരവ് വന്ന ശേഷം ഇങ്ങനെയൊരു ആവശ്യവുമായി ഫിക്കി, അസോസിയേഷൻ, CIA എന്നിവ സംയുക്തമായി നടത്തിയൊരു നീക്കമാണ്. ആ നീക്കത്തെ കോടതി വിമർശിച്ചു. നിങ്ങൾ എവിടെയായിരുന്നു നേരത്തെ എന്ന് ചോദിച്ചു. അതോടൊപ്പം തന്നെ SBIക്ക് വേണ്ടി ഹാജരായ ഹരീഷ് സാൽവെ പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികളാണത് വെളിപ്പെടുത്തേണ്ടത്, SBI അല്ല എന്ന കാര്യം പറഞ്ഞിരിക്കുന്നു. അതും കോടതി തള്ളിയിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായത് സോളിസിറ്റർ ജനറലാണ്. അദ്ദേഹം പറഞ്ഞത് ഹർജിക്കാർ വേട്ടയാടൽ നടത്തുന്നു, മാധ്യമങ്ങൾ വഴി വേട്ടയാടൽ നടത്തുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് വേട്ടയാടലാണ്? കാര്യങ്ങൾ സുതാര്യമാക്കുക, പുറത്തേക്ക് പറയുക എന്ന് കോടതി ഒരു ഉത്തരവിൽ പറയുമ്പോൾ ആ കാര്യങ്ങൾ പറയാതെ ആ കാര്യങ്ങൾ പറയാൻ ഒരുപാട് സമയം വേണമെന്ന് പറയുകയും ജൂൺ 30 എന്നൊരു തീയതി നൽകുകയും തെരഞ്ഞെടുപ്പിന് ശേഷം കാര്യങ്ങൾ അറിയിക്കാമെന്ന് പറയുകയും ചെയ്യുമ്പോൾ ആർക്കാണ് ഒളിക്കാനുള്ളത് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാർ ഏതൊക്കെ കമ്പനികളിൽ നിന്നും BJPക്ക് ഏതൊക്കെ കമ്പനികളിൽ നിന്നും ഇതിനകം കിട്ടിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളടക്കം വരികയാണ്. 2018 വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നല്ലോ. 222 കോടിയാണ് 2018 കൊടുത്തിട്ടുള്ളത് വിവിധ പാർട്ടികൾക്ക്. അപ്പോൾ നോക്കുക, 222-ൽ 210 കോടിയും ലഭിച്ചിരിക്കുന്നത് BJPക്കാണ്. കോൺഗ്രസിന് വെറും 5 കോടി, മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കൂടി 7 കോടി. അപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് ഇത്രയും കോടികൾ നൽകുമ്പോൾ തിരിച്ചവർക്ക് എന്ത് കിട്ടുമെന്നുള്ള ചോദ്യമുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു നിയമം തന്നെ പാസ്സാക്കുന്ന ഘട്ടത്തിൽ വന്നിരിക്കുന്ന അതിലെ ഒരു ചട്ടം എന്ന് പറയുന്നത് കൊടുക്കുന്നവർ അവരുടെ പേര് വിവരം വെളിപ്പെടുത്തേണ്ട. ആ ചട്ടത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എങ്ങനെയാണ് യെസ് പറഞ്ഞതെന്നൊരു വിഷയം അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അതിൽ കോൺഗ്രസും ഒരുമിച്ചാണ്, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമുണ്ടല്ലോ. അപ്പോൾ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഇനിയും ഭരണം നടത്താൻ പോകുന്നു എന്ന് കരുതുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കൂടുതൽ പണം കിട്ടുന്നു, തിരിച്ച് അവർക്ക് കേസുകൾ ഒതുക്കി തീർക്കുന്നു എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു. കള്ളപ്പണം തടയാനുള്ള നടപടി അതിനി മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത അവസ്ഥ എന്നൊക്കെ ഈ കോടതി ഉത്തരവിന് ശേഷം അമിത്ഷാ പറയുകയാണ്. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ മോദി പറഞ്ഞ കുചേലനും കൃഷ്ണനും വാദമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കുചേലനും കൃഷ്ണനും വാദത്തിൽ ഈ കോടികളുടെ കണക്കാണ് പുറത്തു വരുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. രാജ്യത്ത് അഴിമതി നടത്താത്ത സർക്കാർ, സുതാര്യമായ സർക്കാർ എന്ന വാദമാണ് എപ്പോഴും മോദി പറഞ്ഞിട്ടുള്ളത്. UPAക്കെതിരെ ഇപ്പോഴും രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ, റാലികളിലൊക്കെ പറയുന്നത് ഈ അഴിമതി നടത്തിയ സർക്കാരിനെ ഞങ്ങൾ തൂത്ത് കളഞ്ഞു എന്നുള്ള കാര്യമാണല്ലോ പറയുന്നത്. അപ്പോൾ ഇത് അതിലും വലിയൊരു അഴിമതിയായി പുറത്തേക്ക് വരികയാണ്. ഏതൊക്കെ കമ്പനികൾക്ക് ഏതൊക്കെ സമയത്ത് സഹായം കിട്ടിയെന്നും അന്വേഷണം ഏതൊക്കെ ഘട്ടത്തിൽ പിന്നീട് അവസാനിച്ചു എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, വിവിധ സംസ്ഥാനങ്ങളിൽ പല MP മാരെ ചാക്കിട്ട് പിടിക്കുന്നു, MLA മാരെ ചാക്കിട്ട് പിടിക്കുന്നു. ഓരോരുത്തർക്കും കിട്ടുന്നത് കോടികളുടെ വാഗ്ദാനമാണ്. അതുകൂടാതെ പല സർക്കാരുകളും വീഴുന്നു. അപ്പോൾ അതിലൊക്കെ പണം ഏതൊക്കെ രൂപത്തിൽ പ്രവർത്തിക്കുന്നു, അതിനാവശ്യമായ പണം എവിടെ നിന്ന് കിട്ടുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് പുറത്തു വരുന്നത്. വ്യാഴാഴ്ച ഈ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അതേപോലെ തന്നെ കോൺഗ്രസും ഇക്കാര്യത്തിൽ വിമർശനത്തിന് അതീതരല്ല. കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇപ്പോൾ പറയുന്നത്, ഒന്ന് ചർച്ചയിൽ പങ്കെടുത്ത ക്ഷമ പറഞ്ഞത് എന്തായാലും ഞങ്ങൾക്കിത് വെളിപ്പെടുത്താൻ സമയം വേണമെന്ന്. ഇത് തന്നെയാണ് SBIയും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സമയമെന്നാവശ്യപ്പെടുമ്പോൾ എന്താണ്, ഞങ്ങൾക്ക് ആര് പണം നൽകി എന്നത് അറിയാതെയാണോ കോൺഗ്രസ് ഈ പണം വാങ്ങിയിട്ടുള്ളതെന്ന പ്രശ്നം അവിടെ നിൽക്കുന്നു. ഇന്നിപ്പോൾ പുറത്തു വന്ന ഒരു വിവരമനുസരിച്ച് NCPക്ക് ഒറ്റ ദിവസം കൊണ്ട്, ഏറ്റവും വലിയ കണക്കാണത്, NCPക്ക് ഒറ്റ ദിവസം കിട്ടിയ ഇലക്ട്രൽ ബോണ്ട് 10 കോടി. അങ്ങനെ ഒരു മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഓരോരോ വിവരങ്ങളായിട്ട് പുറത്തു വരികയാണ്. ഇക്കാര്യത്തിൽ ഇപ്പോൾ ഈ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളിൽ ആർക്കൊക്കെ ഇതിൽ ശക്തമായി പ്രതികരിക്കാൻ കഴിയുമെന്നൊരു വിഷയം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. ഇതിൽ പ്രതിപക്ഷത്തിന് ഒരു ശക്തമായ വാദമായി മുന്നോട്ട് വെച്ചുകൊണ്ട് ഭരണപക്ഷത്തെ തകർക്കാവുന്ന ഒരു വിവരമായിട്ട് ഇത് നിൽക്കുന്നില്ല. ഈ ഇന്ത്യ മുന്നണിയിലും ഇത്തരം പാർട്ടികളുണ്ട്. ഇതിലിപ്പോൾ CPMന് മാത്രമാണ് ഇക്കാര്യത്തിൽ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഒരു ശക്തമായ പ്രതികരണം നടത്താൻ പറ്റുക. വ്യാഴാഴ്ച BJPക്ക് ഏതൊക്കെ പാർട്ടികൾ ഏതൊക്കെ കമ്പനികൾ നൽകിയിരിക്കുന്നു, എത്ര തുക നൽകിയിരിക്കുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരും. ഈ സാന്റിയാഗോ മാർട്ടിൻ DMKക്ക് കൊടുത്ത കണക്കൊക്കെ പുറത്തു വന്നിരിക്കുന്നു. അതോടൊപ്പം കോൺഗ്രസിന് കിട്ടിയ കണക്കുകളും എല്ലാ കണക്കുകളും പുറത്തു വരും. അപ്പോൾ വരട്ടെ എന്നാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷേ BJP അത് പറഞ്ഞിട്ടില്ല എന്നതും, സർക്കാരിന് വേണ്ടി SBI ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇത് ജനം കാണുന്നുണ്ട്. ജനത്തെ ഒളിച്ചു വെച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി ഉറച്ചു പറയുമ്പോൾ അത് ജനങ്ങൾക്കു വേണ്ടി കൂടിയുള്ള ഒരു പ്രതികരണമായി മാറുകയാണ്. Meet the editors.